എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 100 എന്ന സീരീസിൻ്റെ സീസൺ 3 ആറാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്ന് ഞാൻ പറയുന്നില്ല, അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നാണ് എന്തുകൊണ്ട് ഇത്ര ലാഗായി എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോൺ കേടായി, അത് പിന്നീട് കടയിൽ കൊടുത്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ വിചാരിച്ചത് ഡാറ്റാസൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. പക്ഷെ ഡാറ്റാസൊക്കെ പോയിട്ടുണ്ട്. ഇത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിലും ഒന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാറ്റാസ് കിട്ടും വിചാരിച്ചിട്ട് ഞാനിരുന്ന് അങ്ങ് പൊട്ടനായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പറയാനുള്ളൂ. സോ ഡാറ്റാസും കിട്ടിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ റെക്കോർഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ ഈ ഒരു സീസൺ 3 ഏകദേശം 16 എപ്പിസോഡ്സ് ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ സീസൺ 4 കടക്കണമെന്നുണ്ടെങ്കിൽ സീസൺ 3 കുറച്ചൊക്കെ വ്യൂസ് വേണം. കാരണം ഇത് വലിയൊരു സീരീസ് ആണ്. ഏകദേശം 7 സീസണൊക്കെ ഉണ്ട്. പിന്നെ പോരാത്തിന് നമുക്ക് വേണ്ട വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിനെ വല്ലാണ്ട് ബാധിക്കും എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ബാധിക്കും. ചാനൽ പൂട്ടി പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കുന്നത്. പിന്നെ പോരാത്തിന് നമ്മുടെ ഈ 100 എന്ന സീരീസ് ചുമ്മാ അങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടുപോവുകയാണ്. ഞാനത് മൊത്തത്തിൽ കണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് നീട്ടി വലിച്ച് കൊണ്ടുപോകുന്ന ഒരു സീരീസാണ്. ഒരു ആവശ്യമില്ലാണ്ട് ജസ്റ്റ് ഒരു 4 സീസണിലൊക്കെ ഒതുക്കാവുന്ന ഒരു കഥ ഇതിനകത്തുള്ളൂ. പക്ഷെ ഇത് വെറുതെ നീട്ടി വലിച്ച് കൊണ്ടുപോയി 7 സീസണൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും ഈ ഒരു സീരീസ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അത് നിർത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലേക്ക് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് സീരീസിലേക്ക് കടക്കാം. സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ക്ലർക്കിനെ ലക്ഷ്യനാണ്. ഇവരിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ടൈറ്റസ് വരുന്നത്. ഇവനാണെങ്കിൽ ഒരു ബോക്സുമായിട്ടാണ് വരുന്നത്. ഇവ വന്നിട്ട് പറയാണ്, ക്ലർക്ക് ഈ ബോക്സ് നിങ്ങൾക്കുള്ളതാ, ഇത് കൊടുത്തയച്ചിട്ടുള്ളത് നമ്മുടെ കിങ് റോവനാ. ഇതും പറഞ്ഞിട്ട് ഒരു ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ എമേഴ്സനാ. അവനങ്ങ് ചാടി വീഴുന്നുണ്ട് നമ്മുടെ ക്ലർക്കിൻ്റെ മേലോട്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, അവനക്ക് അത്രയും പകയുണ്ട് നമ്മുടെ ക്ലർക്കിനോട്. അവൻ എങ്ങനെയൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്. നമ്മുടെ ക്ലർക്കാണെങ്കിലോ ആകില്ലാണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ പൈക്കിൻ്റെ ടീമിനെയാണ്. അതിനകത്ത് നമ്മുടെ മോണ്ടിയുടെ അമ്മയൊക്കെ ഉണ്ട്. ഇവർ വന്നിട്ട് അവിടുത്തെ മണ്ണും കല്ലൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണെങ്കിലോ നമ്മുടെ ഒക്ടേവിയ വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ കെയിനെ വിളിച്ച് പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു കുട്ടി വരുന്നത്. ഇവനൊരു ഗ്രൗണ്ടറാണ്. ഈ ഒരു ഗ്രൗണ്ടർ കുട്ടീനെ കണ്ടപാടി ഇവന്മാരാണെങ്കിലോ അങ്ങ് ഗണ്ണെടുത്ത് കൊല്ലാൻ വേണ്ടി നിൽക്കുക. കാരണം ഈ ഒരു കുട്ടി പോയിട്ട് ധാരാളത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ ഒരു കുട്ടീനെ കൊല്ലാൻ നിൽക്കുന്നത്. ഇത് കണ്ടപാട് നമ്മുടെ ഒക്ടേവിയ അതൊക്കെ നമ്മുടെ കെയിനെ വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കുട്ടിയാണെങ്കിലോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. ഈ കുട്ടിയുടെ പിന്നാലെ ഈ ഒരു ആർമി മൊത്തം പോകുന്നുണ്ട്. അത് മാത്രമല്ല ഇവരെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഒക്ടേവിയം. കാരണം ഒരു കുട്ടീനെ എങ്ങനെയും ഇവർക്ക് രക്ഷപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ ഒക്ടേവിയ ഒരു വിധത്തിൽ ഒരു കുട്ടീനെ രക്ഷപ്പെടുത്തുന്നു, ഒളിച്ചിരിക്കുന്നു. നമ്മുടെ ആർമീസ് ആണെങ്കിലോ ഫുൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് മുകളിൽ നിന്നൊരു തരം ലിക്വിഡ് നമ്മുടെ ഒക്ടേവിയുടെ മേലോട്ടങ്ങ് വീഴുന്നത്. ഇത് വീണപാട് ഇവൾക്ക് ഇങ്ങനെ പൊള്ളുന്നുണ്ട്, ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ട്. പക്ഷെ അവൾ ഒച്ചയൊന്നും വെക്കുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ കുട്ടിയുടെ വാങ്ങനെ പൊത്തി പിടിച്ചിരിക്കുക, കുട്ടി ഒച്ച ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആർമീസ് കുറേ തിരയുന്നുണ്ട്, അവർ തിരിച്ചു പോവുക. നമ്മുടെ കുട്ടിയാണെങ്കിലോ ഒരു താങ്ക്സ് പോലും പറയുന്നില്ല, അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോകുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഒക്ടേവിയ പറയാണ്, കെയിൻ പൈക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ അതെന്താണെങ്കിലും നമുക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം അതിന് വേണ്ടിയിട്ട് അവനൊരു കുട്ടിയെ വരെ കൊല്ലാൻ തയ്യാറായിട്ടുണ്ട്. സോ അത് നമുക്ക് എത്രയും വേഗം കണ്ടെത്തണം. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ റേവനാണ്. റേവന്റെ കാലിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആബി. എന്നാൽ നമ്മുടെ റേവൻക്കാണെങ്കിലോ തീരെ പെയിനില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, അവൾ മറ്റേ ഒരു ചിപ്പ് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് തീരെ പെയിനില്ല. അത് മാത്രമല്ല അവൾ ഈ ഒരു ചിപ്പ് കഴിച്ച കാര്യമൊക്കെ നമ്മുടെ ആബിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ ആബി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം അവളുടെ കാലൊന്നും ശരിയായിട്ടില്ല. പക്ഷേ ഈ ഒരു കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ അവൾക്കാണ് ഈ വേദനയില്ല. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ കെയിനെ അതുപോലെ തന്നെ മില്ലറിനെയാണ്. കെയിനും മില്ലറും കൂടിയിട്ട് നമ്മുടെ പൈക്കിന്റെ റൂമിൽ ഒരു ബഗ് ഒക്കെ അങ്ങനെ റെഡി ആയിട്ടിരിക്കുക. പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പൈക്ക് വരുന്നത്. സോ നമ്മുടെ പൈക്കിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കെയിം പോകുന്നു. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മില്ലർ പോയിട്ട് അവിടെ ബഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ജാഹനെ കാണിക്കുന്നുണ്ട്. ജാഹ അങ്ങനെ ഓരോരുത്തർക്ക് ഈ ഒരു ചിപ്പ് കൊടുത്തിട്ട് അവൻ്റെ വഴിക്ക് അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയും. ഇതാണെങ്കിൽ നമ്മുടെ ജാസ്പർ കാണുന്നുണ്ട്. ജാസ്പറിന് അത് കണ്ടപാടി ഒരു ചിപ്പ് കഴിച്ചാലോ എന്നൊക്കെ ഉണ്ട് ഒരു മൈൻഡിലൊക്കെ. പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ ആബി വന്നിട്ട് പറയാണ്, നീ അത് കഴിക്കരുത്, നിനക്കത് കഴിക്കണമെന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഇപ്പം നീ കഴിക്കണ്ട, ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം മതി, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ മൊത്തത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പൈക്കിനെ ടീംസിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് അവരുടെ പ്ലാൻസ് മൊത്തം നമ്മുടെ പൈക്ക് പറയുന്നുണ്ട്. ഇതാണെങ്കിൽ മറ്റേ ബഗ് വഴി നമ്മുടെ കെയിനും മില്ലറും ഒക്കെ കേട്ടോണ്ടിരിക്കാൻ. അങ്ങനെ നമ്മുടെ പൈക്ക് അവൻ്റെ എല്ലാ പ്ലാൻസും പറയുന്നുണ്ട്. ഒരു മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവിടെ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കൃഷി തുടങ്ങാൻ പോകുന്നത് ചെറിയൊരു ഗ്രൗണ്ടർ വില്ലേജിന്റെ തൊട്ടടുത്താണ്. സോ ഇവരുടെ ഒരു കൃഷി പ്ലാനിന് വേണ്ടിയിട്ട് ഒരു വില്ലേജ് ഇല്ലാണ്ടാക്കേണ്ടി വരും. ഇല്ലാണ്ടാക്കാന്ന് മാത്രമല്ല അവിടുത്തെ എല്ലാവരെയും കൊല്ലേണ്ടിയും വരും. ഇത് കേട്ടപാട് നമ്മുടെ മോണ്ടി ചോദിക്കാണ്, അത് ശരിയല്ലല്ലോ, അത് നമുക്ക് നിർത്തിക്കൂടെ, ഇത് വേണ്ടാന്ന് വെച്ചുകൂടെ. നമ്മുടെ മോണ്ടി വരുടെ ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ മോണ്ടി ഒരു ഫാർമറാണ്. പിന്നെ പോരാത്തിന് നമ്മുടെ പൈക്കിന്റെ കൂടെ നമ്മുടെ മോണ്ടിയുടെ അമ്മയുണ്ടല്ലോ, പിന്നെ ജോയിൻ ചെയ്യാണ്ടിരിക്കില്ലല്ലോ. പക്ഷെ നമ്മുടെ മോണ്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അവൻ ജോയിൻ ചെയ്യുന്നുണ്ട്.
ഇതേ സമയം നമ്മുടെ ബെല്ലമിൻ പറയുന്നുണ്ട് ഇത് വേണ്ടാന്നൊക്കെ വെച്ചുകൂടെയെന്ന്. പക്ഷെ നമ്മുടെ പൈക്കിന്റെ തീരുമാനം അന്തിമമാണ്. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഒക്ടേവിയൻ കേൾക്കുന്നുണ്ട് മറ്റേ ബഗ് വഴി. പിന്നെ നമ്മുടെ ഒക്ടേവിയ ഒന്നും നോക്കിയില്ല, ആ ഒരു ഗ്രൗണ്ടർ വില്ലേജിനെ വോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഓടിപ്പോവാ. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ലെക്സനെയാണ്. ലെക്സ് ആകെ കൺഫ്യൂഷനിലാണ്. കാരണം നമ്മുടെ എമേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, കൊല്ലണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ക്ലർക്ക് കാരണം ഓൾറെഡി ഒരു ഡിസിഷൻ ഇവർ എടുത്തിട്ടുണ്ട്, ബ്ലഡ് മസ്റ്റ് ഹാവ് നോട്ട് ബ്ലഡ്. ഇവിടെ നമ്മുടെ എമേഴ്സിനെ കൊന്നു കളഞ്ഞ ആ ഒരു ഡിസിഷൻ മൊത്തത്തിൽ മാറിയ പോലെ ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലർക്കിനോട് ഒരു തീരുമാനം എടുക്കാൻ പറയാം. ഒന്നില്ലെങ്കിൽ ബാനിഷ്മെന്റ് അല്ലെങ്കിൽ അവനെ കൊല്ലുക. ഇതിലേതിലും ഒന്ന് തീരുമാനിക്കാനാണ് നമ്മുടെ ലെക്സ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ റൈവനെ കാണിക്കുന്നുണ്ട്. റൈവൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ചിപ്പ് കഴിച്ചതിന് ശേഷം. അവൾ ഏതോ ലോകത്താണ്. പിന്നെ അവളെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് നമ്മുടെ ജാഹയാലും. നമ്മുടെ ആലി പറയാണ്, റൈവൻ എനിക്കൊരു സഹായം വേണം. എൻ്റെ തന്നെ പ്രോഗ്രാമിൻ്റെ ഒരു വെർഷൻ 2, ആ ഒരു വെർഷൻ 2ന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാലങ്ങളായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുക. കുറേ ടെക്നോളജീസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തു, പക്ഷെ അതിലൊന്നും എനിക്ക് കിട്ടാനില്ല. പക്ഷേ ഈ ഒരു ആർക്കിനകത്ത് അതെന്തായാലും ഉണ്ടാവും, നീ എനിക്കത് കണ്ടുപിടിച്ച് തരണം. ഇത് കേട്ടപാട് നമ്മുടെ റൈവൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇവർ മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകം നശിപ്പിച്ച ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഒരു അപ്ഡേഷനാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരിക്കും അത്? യാതൊരു ഐഡിയ ഇല്ല, നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒക്ടേവിയ മറ്റേ ഗ്രൗണ്ടർ വില്ലേജിൽ എത്തുന്നത്. അങ്ങനെ എത്തുന്നത് മാത്രമല്ല അവിടെ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരാണെങ്കിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവളായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം വേറെ ഒന്നല്ല, നമ്മുടെ 300ഓളം വരുന്ന ഗ്രൗണ്ടർ ആർമീനെ നമ്മുടെ പൈക്കും ടീംസും കൊന്നിട്ടുണ്ടായിരുന്നു. അവർ മരിച്ചവരൊക്കെ ഈ ഒരു വില്ലേജേഴ്സിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തീരാത്ത പകയാണുള്ളത്. പിന്നെ അടിക്കാണ്ടിരിക്കില്ലല്ലോ. പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഒക്ടേവിയെ രക്ഷപ്പെടുത്തിയ ഒരു കുട്ടി ഉണ്ടല്ലോ, അവൻ അങ്ങോട്ട് വരുന്നത്. അവൻ വന്നിട്ട് കാര്യം പറയാൻ. ഇത് കേട്ടപാട് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ഒക്ടേവിയനെ വെറുതെ വിടുന്നുണ്ട്. വെറുതെ വിടാന്ന് മാത്രമല്ല, ഒരു വില്ലേജ് സ്റ്റേ ചെയ്യാനാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരൊരു സ്ഥലം വിട്ടുപോകാനല്ല പ്ലാൻ ചെയ്യുന്നത്, മറിച്ച് തിരിച്ചടിക്കാനാണ്. അതിനു വേണ്ടിയിട്ട് മറ്റേ പൊള്ളുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഒരു ട്രാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അത് മാത്രമല്ല നമ്മുടെ ഒക്ടേവിയനെ അങ്ങ് പിടിച്ചു വെക്കുകയാണ് ഈ ഒരു ട്രാപ്പിന്റെ ആവശ്യത്തിന്. അങ്ങനെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ റൈവൻ ആലിനെയാണ്. ഒരു മറ്റേ വെർഷൻ 2 ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആർക്കിത്തെ എല്ലാ കമ്പ്യൂട്ടർ സോഴ്സ് ഉപയോഗിച്ചിട്ട്. ഇതേ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാസ്പർ വരുന്നത്. ജാസ്പർ വന്നിരിക്കുന്നത് ഒരു സോറി പറയാനാണ്. കാരണം നമ്മുടെ ഫിന്നിന്റെ ചാരവനെ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഡ്രോപ്പ് ഷിപ്പിന്റെ അവിടെയൊക്കെ. നമ്മൾ ഏതോ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു രംഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സോറി പറയാൻ വന്നിരിക്കുകയാണ് അവൻ. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ റൈവനാണെങ്കിലോ തീരെ ദേഷ്യം വരുന്നില്ല. ഇത് കണ്ടിട്ട് നമ്മുടെ ജാസ്പർ ആണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഫിന്നിന്റെ ആശസ് അവൻ കളഞ്ഞിട്ടുള്ളത്. ഫിന്ന് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റൈവൻ അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. എന്നിട്ട് നമ്മുടെ റൈവൻ അവിടെ റിയാക്ട് ചെയ്യുന്നില്ല, ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവനക്ക് മാപ്പ് നൽകുന്നുണ്ട്. ഒരുമാതിരി സൈക്കോള പോലെയൊക്കെയാണ് അവൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ജാസ്പറോട് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യത്തിനും കൂടി വേണ്ടിയാണ്. ഇവനക്ക് നമ്മുടെ ജാഹയുടെ ചിപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇവൻ വന്നിട്ടുള്ളത് മെയിനായിട്ട്. കാരണം ഇതൊരു ഡ്രഗ് ആണെന്നൊക്കെയാണ് അവൻ്റെ വിചാരം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം മറക്കാൻ പറ്റുന്നൊക്കെയാണ് അവൻ വിചാരിച്ച് വെച്ചിട്ടുള്ളത്. സോ ഇത് നമ്മുടെ റൈവൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ റൈവൻ ഇത് ജാഹയോട് ആവശ്യപ്പെടാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ക്ലർക്കിനെയാണ്. ക്ലർക്ക് വിട്ട് നമ്മുടെ എമേഴ്സിനെ കാണുന്നുണ്ട്. എമേഴ്സിനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. കാരണം അവർ മൗണ്ട് വെതർ നശിപ്പിച്ചപ്പോൾ അതിനകത്ത് ഇവൻ്റെ കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലർക്കിനോട് എനിക്ക് തീരാത്ത പകയുണ്ട്. നമ്മുടെ എമേഴ്സൺ പറയാണ്, നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, പക്ഷെ നിന്റെ മേഴ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും യാചിക്കില്ല. ഇത് കേട്ടപാട് നമ്മുടെ ക്ലർക്ക് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അവൾ റൂമിൽ ചെന്ന് നോക്കുമ്പോഴതാ അവിടെ നമ്മുടെ ടൈറ്റസ് ഇരിക്കുന്നു. ഇവൻ വന്നിരിക്കുന്ന എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെക്സനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് മസ്റ്റ് ഹാവ് നോട്ട് ബ്ലഡ് എന്ന ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ബ്ലഡ് മസ്റ്റ് ഹാവ് ബ്ലഡ് തന്നെ ആക്കാൻ പറയണം നമ്മുടെ ക്ലർക്കിൻ്റെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. ഇവരുടെ ആൾക്കാർക്ക് ഫുൾ ടൈം വയലൻസ് ആണ് വേണ്ടത്. സമാധാനത്തിലൊന്നും യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സമാധാനം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാരെന്നെ നമ്മുടെ ലെക്സനെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് മസ്റ്റ് ഹാവ് ബ്ലഡ് തന്നെ ആക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടൈറ്റസ്. എന്നത് നമ്മുടെ ക്ലർക്കാണെങ്കിലോ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈറ്റസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ ടൈറ്റസിന് നല്ല രീതിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജാസ്പർ നമ്മുടെ ജാഹയുടെ അടുത്ത് എത്തുന്നത് ഈ ഒരു ചിപ്പിന് വേണ്ടിയിട്ട്. ഇവന് ഈ ഒരു ചിപ്പ് ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആബി വരുന്നു, ഇത് തടയുന്നു. ശേഷം ഇവള് പറയണേ, എനിക്കിത് കുറച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ട്, അതുവരെ നീ ഇത് കഴിക്കണ്ട, പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇത് പറഞ്ഞ് നമ്മുടെ ജാസ്പറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ. അത് മാത്രമല്ല ഇവള് നമ്മുടെ ജാഹയോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ജാഹയുടെ മകനായ വെൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു വെൽസ് എന്ന ഈ ഒരു വാക്ക് കേട്ടിട്ട്, ഈ ഒരു പേര് കേട്ടിട്ട് പോലും നമ്മുടെ ജാഹക്കൊന്നും ഓർമ്മ വരുന്നില്ല. സ്വന്തം മകനെ പോലെ അയാൾ മറന്നിരിക്കുകയാണ്. അതിന് മാത്രം കഴിവുണ്ട് ഈ ഒരു ചിപ്പിനകത്ത്. സോ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ആബിയാണ് ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. സോ പിന്നെ നമ്മുടെ ആബി ഒന്നും നോക്കിയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ചിപ്പുകളും അങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയാണ്, തൽക്കാലം ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ മൊത്തത്തിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നിനക്ക് തിരിച്ചു തരാം. അതുവരെ നിനക്ക് വിലക്കാം, നീ ഇതാർക്കും കൊടുക്കാൻ പാടില്ല. ഇത് കേട്ടപാട് നമ്മുടെ ജാഹ ആകെ പെട്ടിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ആലിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം അവൾ ഓൾറെഡി ഒരു വഴി കണ്ടിട്ടുണ്ട് ഇതിന്. അവർ മറ്റേ ചിപ്പ് കൊടുത്തിട്ട് നമ്മുടെ ആബിയുടെ അസിസ്റ്റന്റ് ആയ ഡോക്ടർ ജാക്സനെ അവരെ കൂടെ നിർത്തിയിരിക്കുകയാണ്. സോ നമ്മുടെ ആബിയുടെ മെള്ളിഞ്ഞ് കണ്ണുകളുണ്ട്, നമ്മുടെ ജാക്സന്റെ കണ്ണുകൾ. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ഒക്ടേവിയനാണ്. വലിയൊരു ഗ്രൗണ്ടേഴ്സ് ഒക്കെ കൂടിയിട്ട് നമ്മുടെ ഒക്ടേവിയനെ പിടിച്ചു വെച്ചിരിക്കുക. ശേഷം നമ്മുടെ ബെല്ലമിക്കും ടീംസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബെല്ലമി ടീം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുക, ഇവരെല്ലാവരും എവിടെ പോയി എന്നൊക്കെ വിചാരിച്ചിട്ട്.
പക്ഷെ അവിടെ കുറെ ട്രാപ്പുകളുണ്ട്, അത് ഇവർ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒക്ടേവിയ ഈ ഒരു വില്ലേജേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇവിടെ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ബെല്ലമി ടീംസിന്റെ മുന്നിലാണ്. ശേഷം അവരെ വാൺ ചെയ്യുന്നുണ്ട്, ബെല്ലമി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക്. ഇവളിത് പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും നമ്മുടെ വില്ലേജേഴ്സ് ഒരു അമ്പിന്റെ മുകളിൽ ഇങ്ങനെ തീ വെച്ചിട്ട് മറ്റേ ട്രാപ്പിന്റെ മുകളിലോട്ട് അങ്ങ് ഇടുക. ഇതിങ്ങനെ ആളി കത്തുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഒക്ടേവിയ പറയാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് കിടക്ക്, ആ ഒരു സ്മോക്ക് മൊത്തം പോയ്സണാ. അങ്ങനെ നമ്മുടെ ബെല്ലമിൻ ടീംസ് ഒരു വിധത്തിൽ പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ പുറത്ത് കിടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളങ്ങ് കൊല്ലപ്പെടുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മോണ്ടിയുടെ അമ്മ ചോദിക്കുകയാണ്, നമ്മൾ വരുന്ന കാര്യം എങ്ങനെയാ ഈ ഒരു ഗ്രൗണ്ടേഴ്സ് അറിഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ ഒക്ടേവിയ നമ്മളെ വാൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഒക്ടേവിയ ഈ ഒരു ഗ്രൗണ്ടേഴ്സിനെ വാൺ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ട്രാപ്പ് വെച്ചിട്ടുണ്ടാവുക. സോ ഇതിനൊക്കെ കാരണം നമ്മുടെ ഒക്ടേവിയാണ്. ഇത് അറിഞ്ഞപാട് നമ്മുടെ പൈക്ക് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, നമ്മുടെ ക്യാമ്പിനകത്ത് ഒരു ചാരനുണ്ട്. ആ ഒരു ചാരന ഒക്ടേവിയക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. അതാരാണെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ കെയിനായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ പ്രൂഫ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രൂഫ് കണ്ടുപിടിക്കുക, അതിനുശേഷം നമുക്ക് കെയിൻ അങ്ങോട്ട് തൂക്കാം. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ക്ലർക്കിനെയാണ്. ക്ലർക്കിന്റെ മുന്നിൽ നമ്മുടെ എമേഴ്സൺ അങ്ങനെ ഹാജരാക്കിയിട്ടുണ്ട് അവനെ കൊല്ലാനായിട്ട്. എന്നാൽ ഈ ടൈമിൽ നമ്മുടെ ക്ലർക്ക് അവനെ കൊല്ലുന്നില്ല, മറിച്ച് അവനക്ക് ബാനിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. കാരണം അവനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലഡ് മസ്റ്റ് ഹാവ് ബ്ലഡ് എന്ന ഒരു ഡിസിഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കുന്നു, അവനെ അങ്ങോട്ട് വെറുതെ വിടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റേവൻ ടീമിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു കമ്പ്യൂട്ടർ സോഴ്സ് മൊത്തം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വെർഷൻ 2 ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആലി ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ക്രിയേറ്ററായ ബക്ക സ്പേസിലുണ്ടായിരുന്ന ആളാ, അതായത് നിങ്ങളുടെ ആർക്കിലുണ്ടായിരുന്ന ആളാ. ആർക്കിൽ ടോട്ടൽ 12 സ്റ്റേഷൻസ് ഉണ്ട്. അവിടുത്തെ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ പരിശോധിച്ചു. പക്ഷെ അതിലൊന്നും വെർഷൻ 2 ഇല്ല. ഇതേ സമയം നമ്മുടെ ജാഹ ഒരു കാര്യം പറയുന്നുണ്ട്, 12 അല്ല 13 സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു ആർക്കിന്. ആ ഒരു സ്റ്റേഷൻ പിന്നീട് ഇല്ലാണ്ടായി, പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ആ 13ാമത്തെ സ്റ്റേഷന്റെ പേരാണ് പൊളാറിസ്. ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ മെർഫിനെ കാണിക്കുന്നുണ്ട്. മെർഫിനെ നമ്മുടെ ഗ്രൗണ്ടേഴ്സ് ഒക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടൈറ്റസ് ആണ്. ടൈറ്റസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിപ്പിന്റെ പേരിലാണ്. ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു, ഇതൊരു സീക്രട്ട് സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് അവിടെ ഒരു ചെറിയൊരു സ്പേസ് സ്റ്റേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുകളിലാണെങ്കിൽ പോളിസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു പോളിസ് എന്ന് പറയുന്നത് ഇവരുടെ രാജ്യത്തിന്റെ പേരാണ്. പക്ഷെ അതിനുള്ളിലായിട്ട് 2 അക്ഷരം മാഞ്ഞു പോയിട്ടുണ്ട്. അവർ മാഞ്ഞു പോയ അക്ഷരം കൂടി കൂട്ടി വായിച്ചാൽ അതിന്റെ പേര് പൊളാറിസ് എന്നാണ്. സോ 13ാമത്തെ സ്റ്റേഷൻ ആർക്കിൽ നിന്ന് പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ സ്റ്റേഷൻ. കുറെ കാലങ്ങൾക്ക് മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞൊരു സ്പേസ് സ്റ്റേഷൻ ആണിത്. ഇതാ ഇപ്പൊ ഗ്രൗണ്ടിലേക്ക് എടുക്കുന്നു. സോ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വരുന്ന എപ്പിസോഡ്സ് നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.